LDC +2 ഡിഗ്രി ലെവൽ എന്നീ PSC പരീക്ഷകൾക്കുള്ള മലയാളം ക്ലാസ്സസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പദശുദ്ധി, വാക്യശുദ്ധി, അതുപോലെ പരിഭാഷ എന്നീ 3 ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒറ്റപ്പദമാണ്. ഒറ്റപ്പദം ഭാഗം 2 ആണ്. ഭാഗം 1-ൽ നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ SCERT ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഒറ്റപ്പദങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒറ്റപ്പദം ഭാഗം 2 നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് മലയാളം ക്ലാസ്സസ് നിങ്ങൾക്ക് തുടർച്ചയായി കാണാനായി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം എന്ന് കാണാൻ സാധിക്കും. മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റപ്പദം നോക്കാം. ആദ്യത്തേത് ഞായർ പടിയുന്ന ദിക്ക്. ഞായർ പടിയുന്ന ദിക്ക് പടിഞ്ഞാറ്. ഞായർ പടിയുന്ന ദിക്ക് ഒറ്റപ്പദം വരുന്നത് പടിഞ്ഞാറ്. പടിഞ്ഞാറ് പശ്ചിമ ദിക്ക് അല്ലെങ്കിൽ പശ്ചിമം. ഓക്കെ, അടുത്തത് ബാഹുവിൽ നിന്ന് ജനിച്ചവൻ. ബാഹുവിൽ നിന്ന് ജനിച്ചവൻ ബാഹുജനാണ്. ബാഹുവിൽ നിന്ന് ജനിച്ചവൻ ഒറ്റപ്പദം വരുന്നത് ബാഹുജൻ. ബാഹു എന്നാൽ കൈ എന്നാണ് അർത്ഥം വരുന്നത്. ബാഹു എന്നാൽ കൈ എന്നാണ് അർത്ഥം വരുന്നത്. കൈയിൽ നിന്ന് ജനിച്ചവൻ ബാഹുജൻ. ഓക്കെ, വേറെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാഹുജം എന്നൊരു വാക്കുണ്ട്. ബാഹുജം എന്താണ് വരുന്നത്? ബാഹുജം അർത്ഥം വരുന്നത് തത്ത എന്നാണ്. അതുപോലെ ബാഹുകം ഉണ്ട്. ബാഹുകം എന്താണ്? കുരങ്ങ് എന്നാണ് അർത്ഥം. ബാഹു കൈയാണ്, ബാഹുജം തത്തയാണ്, ബാഹുകം കുരങ്ങ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ കൈയിൽ നിന്ന് ജനിച്ചവൻ, ബാഹുവിൽ നിന്ന് ജനിച്ചവൻ ഒറ്റപ്പദം ബാഹുജൻ. അടുത്തത് പായ് കെട്ടാനുള്ള മരം. പായ് കെട്ടാനുള്ള മരം ഒറ്റപ്പദം പാമരം. പായ് കെട്ടാനുള്ള മരം ഒറ്റപ്പദം പാമരം. അടുത്തത് പാദം കൊണ്ട് പാനം ചെയ്യുന്നത്. പാദം കൊണ്ട് പാനം ചെയ്യുന്നത്. ഇവിടെ പാദം എന്നുദ്ദേശിക്കുന്നത് എന്താണ്? കാലാണല്ലേ. കാലുകൊണ്ട് പാനം ചെയ്യുന്നത് എന്താണ്? വൃക്ഷങ്ങളാണ് കാലുകൊണ്ട് പാനം ചെയ്യുന്നത്. അവരുടെ കാലുകൾ ഏതാണ്? വേരുകളാണ്. അപ്പോൾ കാലുകൊണ്ട്, പാദം കൊണ്ട് പാനം ചെയ്യുന്നത്, വേരുകൾ കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം. പാദപം എന്നാൽ വൃക്ഷം എന്നാണ് അർത്ഥം വരുന്നത്. എന്താണ്? വേരുകൊണ്ട് പാനം ചെയ്യുന്നത് എന്താണ്? പാദപം. പാദപം വൃക്ഷം. അടുത്തത് പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത്. ഗമിക്കുക എന്ന് വെച്ചാൽ പോവുക എന്നാണ് അർത്ഥം. പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം. മാറരുത്. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം, പാദം കൊണ്ട് ഗമിക്കുന്നത് പന്നകം. അടുത്തത് വിഹായസിൽ ഗമിക്കുന്നത്. വിഹായസിൽ ഗമിക്കുന്നത് ഒറ്റപ്പദം വിഹകം. വിഹായസ് എന്നാൽ ആകാശം എന്നാണ് അർത്ഥം വരുന്നത്. വിഹായസ് എന്നാൽ ആകാശം എന്നാണ് അർത്ഥം. വിഹായസിൽ നിന്ന് ഗമിക്കുന്നത് വിഹകം. വിഹകം എന്താണ്? പക്ഷിയാണ് വിഹകം. അടുത്തത് നിമ്നത്തിലേക്ക് ഗമിക്കുന്നവൾ. നിമ്നത്തിലേക്ക്, നിമ്നം എന്ന് വെച്ചാൽ താഴ്ച. നിമ്നം താഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്. താഴ്ചയിലോട്ട് ഗമിക്കുന്നവൾ ആരാണ്? നിമ്നക. നിമ്നക എന്നാൽ നദിയാണ് നിമ്നക. ഒന്നുകൂടെ നോക്കാം. ഞായർ പടിയുന്ന ദിക്ക് ഒറ്റപ്പദം വരുന്നത് പടിഞ്ഞാറ്. ബാഹുവിൽ നിന്ന് ജനിച്ചവൻ, കയ്യിൽ നിന്ന് ജനിച്ചവൻ ബാഹുജൻ. പായ് കെട്ടാനുള്ള മരം ഒറ്റപ്പദം പാമരം. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്താണ്? പാദപം. പാദം കൊണ്ട് ഗമിക്കുന്നത് പന്നകം. വിഹായസിൽ ഗമിക്കുന്നത് വിഹകം. നിമ്നത്തിലേക്ക് ഗമിക്കുന്നവൾ ആരാണ്? നിമ്നക. അടുത്തത് നോക്കാം. സഹിക്കാൻ പ്രയാസമുള്ള അവസ്ഥ. സഹിക്കാൻ പ്രയാസമുള്ള അവസ്ഥ അസഹിഷ്ണുത. സഹിക്കാൻ പ്രയാസമുള്ള അവസ്ഥ ഒറ്റപ്പദം വരുന്നത് അസഹിഷ്ണുത. അടുത്തത് ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ഒറ്റപ്പദം വരുന്നത് അന്തർലീനം. അന്തർലീനം ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ഒറ്റപ്പദം അന്തർലീനം. അടുത്തത് സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ വിശ്വാസം ഉറച്ചു നിൽക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദം സ്വപ്രയസ്ഥൈര്യം. സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ വിശ്വാസം ഉറച്ചു നിൽക്കുന്ന എന്നുള്ളതിന്റെ ഒറ്റപ്പദം സ്വപ്രയസ്ഥൈര്യം. ഒറ്റപ്പദം എന്താണ്? ഒരു കൂട്ടം വാക്കുകളെ, അതായത് കുറെ വാക്കുകളെ ഒറ്റപ്പദത്തിൽ ചുരുക്കി പറയുന്നതാണ് ഒറ്റപ്പദം. അപ്പൊ ഇവിടെ നോക്കുക, സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ വിശ്വാസം ഉറച്ചു നിൽക്കുന്ന എന്ന് പറയുമ്പോൾ കുറെ വാക്കുകൾ ഉണ്ടല്ലേ, അതിനെ നമ്മൾ ചുരുക്കി പറയുന്നു സ്വപ്രയസ്ഥൈര്യം. അടുത്തത് സംഗീതത്തിൽ ജ്ഞാനമുള്ളവൻ. സംഗീതത്തിൽ ജ്ഞാനമുള്ളവൻ ഒറ്റപ്പദം സംഗീതജ്ഞൻ. സംഗീതജ്ഞൻ. സഹിക്കാൻ പ്രയാസമുള്ള അവസ്ഥ അസഹിഷ്ണുത. ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അന്തർലീനം.
സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ വിശ്വാസം ഉറച്ചു നിൽക്കുന്ന, സ്വപ്രയസ്ഥൈര്യം, സംഗീതത്തിൽ ജ്ഞാനമുള്ളവൻ, സംഗീതജ്ഞൻ. അടുത്ത നമുക്ക് നോക്കാം. അളന്നു കുറിച്ച് സംസാരിക്കുന്നത്. അളന്നു കുറിച്ച് സംസാരിക്കുന്നത് മിതഭാഷി അല്ലെങ്കിൽ വാഗ്മി. അളന്നു കുറിച്ച് സംസാരിക്കുന്നത് മിതഭാഷി അല്ലെങ്കിൽ വാഗ്മി എന്നാണ് പറയുന്നത്. അടുത്തത് വിളമ്പുന്നതിൽ കാണിക്കുന്ന വ്യത്യാസം. വിളമ്പുന്നതിൽ കാണിക്കുന്ന വ്യത്യാസം. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വിളമ്പുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം കാണിക്കാറുണ്ട് അല്ലെ? എന്താ പറയാ? പന്തിഭേദം. പന്തിഭേദം എന്നാണ് പറയാറ്. വിളമ്പുന്നതിൽ കാണിക്കുന്ന വ്യത്യാസം പന്തിഭേദം. അടുത്തത് വിഭ്രമത്തെ ജനിപ്പിക്കുന്നത്. വിഭ്രമത്തെ ജനിപ്പിക്കുന്നത് വിഭ്രമജനകം. വിഭ്രമത്തെ ജനിപ്പിക്കുന്നത് വിഭ്രമജനകം. അടുത്തത് തന്നോട് തന്നെയുള്ള സംഭാഷണം, ആത്മകഥം. നമ്മൾ പലപ്പോഴേ പറയാറുണ്ട് ഞാനൊരു ആത്മകഥം പറഞ്ഞതാണ്. അപ്പോൾ തന്നോട് തന്നെയുള്ള സംഭാഷണം, അതായത് നമ്മൾ സ്വന്തം സംസാരിക്കുന്നതാണ് എന്ത്? ആത്മകഥം. തന്നോട് തന്നെയുള്ള സംഭാഷണം, ആത്മകഥം. അടുത്തത് സഹകരിച്ചു ജീവിക്കുന്ന അവസ്ഥ, സഹവർത്തിത്വം. സഹകരിച്ച് ജീവിക്കുന്ന അവസ്ഥ സഹവർത്തിത്വം. ഒന്നുകൂടെ നോക്കാം. അളന്നു കുറിച്ച് സംസാരിക്കുന്നത് മിതഭാഷി അല്ലെങ്കിൽ വാഗ്മി. വിളമ്പുന്നതിൽ കാണിക്കുന്ന വ്യത്യാസം പന്തിഭേദം. വിഭ്രമത്തെ ജനിപ്പിക്കുന്നത് വിഭ്രമജനകം. തന്നോട് തന്നെയുള്ള സംഭാഷണം എന്താണ്? ആത്മകഥം. ആത്മകഥം. സഹകരിച്ചു ജീവിക്കുന്ന അവസ്ഥ സഹവർത്തിത്വം. അടുത്തത് നടക്കാൻ പ്രയാസമുള്ള വഴി. നടക്കാൻ പ്രയാസമുള്ള വഴി ദുർഗപദം. നടക്കാൻ പ്രയാസമുള്ള വഴി ദുർഗപദം. അടുത്തത് അമ്മ വഴിയുള്ള കുടുംബശാഖ, തായ് വഴി. അമ്മ, തായ് എന്നാൽ അമ്മ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അമ്മ വഴി അതായത് തായ് വഴി. അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി. അടുത്തത് മുൻപ് സംഭവിക്കാത്തത്. മുൻപ് സംഭവിക്കാത്തത് ഒറ്റപ്പദം വരുന്നത് അഭൂതപൂർവം. മുൻപ് സംഭവിക്കാത്തത് ഒറ്റപ്പദം അഭൂതപൂർവം. അടുത്തത് പക്ഷപാതം ഇല്ലാത്തവൻ. പക്ഷപാതം അതായത് ഒരു വശത്തോടുള്ള ചായ്വ്. ഒരു വശത്തോടുള്ള ചായ്വാണ് പക്ഷപാതം. അപ്പോൾ പക്ഷപാതം ഇല്ലാത്തവൻ, നിഷ്പക്ഷൻ. നേരത്തെ പറഞ്ഞിരുന്നു പന്തിഭേദം, വിളമ്പുന്നതിൽ കാണിക്കുന്ന വ്യത്യാസം. ഇവിടെ പക്ഷപാതം ഇല്ലാത്തവൻ. പക്ഷപാതം ഒരു വശത്തോടുള്ള ചായ്വ്. അപ്പൊ ഇവിടെ പക്ഷപാതം ഇല്ലാത്തവൻ, നിഷ്പക്ഷൻ. നിഷ്പക്ഷൻ, ഒരു വശത്തും ചേരാത്ത. അടുത്തത് നാമമില്ലാത്തവൾ. നാമമില്ലാത്തവൾ എന്നതിന്റെ ഒറ്റപ്പദം വരുന്നത് അനാമിക. നാമമില്ലാത്തവൾ അനാമിക. അടുത്തത് സാരം ഗ്രഹിച്ചവൻ. സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി. അടുത്തത് ഗ്രഹിച്ചവൻ. ഗ്രഹിച്ചവൻ ഗ്രാഹകൻ. സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി, ഗ്രഹിച്ചവൻ ഗ്രാഹകൻ. അടുത്ത ഗ്രഹിക്കാൻ പ്രയാസമായത്. ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം. മാറരുത്. സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി, ഗ്രഹിച്ചവൻ ഗ്രാഹകൻ, ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം. ഒന്നുകൂടെ നോക്കാം. നടക്കാൻ പ്രയാസമുള്ള വഴി ദുർഗപദം. അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി. മുൻപ് സംഭവിക്കാത്തത് അഭൂതപൂർവം. പക്ഷപാതമില്ലാത്തവൻ നിഷ്പക്ഷൻ. നാമമില്ലാത്തവൻ അനാമിക. സാരം ഗ്രഹിച്ചവൻ സാരഗ്രാഹി, ഗ്രഹിച്ചവൻ ഗ്രാഹകൻ, ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം. അടുത്തത് നോക്കാം. കണ്ണു കാണാത്തവൻ. കണ്ണു കാണാത്തവൻ നമ്മൾ പറയാറുണ്ട്. കണ്ണു കാണാത്തവൻ എന്താണ്? അന്ധൻ. കണ്ണു കാണാത്തവൻ അന്ധൻ. ചെവി കേൾക്കാത്തവൻ. ചെവി കേൾക്കാത്തവൻ ബധിരൻ. ഓക്കെ, ചെവി കേൾക്കാത്തവൻ ബധിരൻ. സംസാരിക്കാത്തവൻ എന്നതിന്റെ ഒറ്റപ്പദം വരുന്നത് എന്താണ്? മൂകൻ. മൂകൻ. കണ്ണു കാണാത്തവൻ അന്ധനാണ്, ചെവി കേൾക്കാത്തവൻ ബധിരൻ, സംസാരിക്കാത്തവൻ മൂകൻ. അടുത്ത നോക്കാം. കാണപ്പെടുന്നയാൾ. കാണപ്പെടുന്നയാൾ പ്രേക്ഷിതൻ. കാണപ്പെടുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദം പ്രേക്ഷിതൻ. അടുത്ത കാണുന്നയാൾ. കാണുന്നയാൾ പ്രേക്ഷകൻ. ഇത് പലവട്ടം PSC ചോദിച്ചിട്ടുണ്ട്. കാണപ്പെടുന്നയാൾ പ്രേക്ഷിതനാണ്, കാണുന്നയാൾ പ്രേക്ഷകനാണ്. മാറരുത്. കാണപ്പെടുന്നയാൾ പ്രേക്ഷിതൻ, കാണുന്നയാൾ പ്രേക്ഷകൻ. അടുത്തത് അയക്കുന്നയാൾ. അയക്കുന്നയാൾ പ്രേക്ഷകൻ. പ്രേക്ഷകനല്ല, പ്രേക്ഷകൻ. ഒരു ഷ മാത്രമേ അവിടെ വരുന്നുള്ളൂ, ക്ഷ വരുന്നില്ല. അടുത്തത് അയക്കപ്പെട്ടവൻ. അയക്കപ്പെട്ടവൻ പ്രേഷിതൻ. നാലും ശ്രദ്ധിച്ച് പഠിക്കുക, മാറരുത്. ഒരുമിച്ച് തന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഇവിടെ വായിച്ചിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരുമിച്ച് തന്നിരിക്കുന്നത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. കാണപ്പെടുന്നയാൾ പ്രേക്ഷിതനാണ്, അവിടെ ക്ഷ വരുന്നുണ്ട്.
കാണുന്നയാൾ പ്രേക്ഷകനാണ്, അവിടെയും ക്ഷ വരുന്നുണ്ട്. ക എന്നുള്ളിടത്ത് ക്ഷ വരുന്നുണ്ട്. അയക്കുന്നയാൾ എന്നിടത്ത് വെറും ഷ മാത്രമേ വരുന്നുള്ളൂ. അയക്കുന്നയാൾ പ്രേക്ഷകനാണ്, അയക്കപ്പെട്ടവൻ പ്രേഷിതൻ. ഷായിൻ്റെ കൂടെ ഒരു വള്ളിയും കൂടെ വരുന്നുണ്ട്. അപ്പൊ പ്രേഷിതൻ. അടുത്തത് നോക്കാം. കേൾക്കുന്നയാൾ, കേൾക്കുന്നയാൾ ശ്രോതാവ്. ചെവി കേൾക്കാത്തവർ ബധിരൻ, കേൾക്കുന്നയാൾ ശ്രോതാവ്. പറയുന്ന ആൾ വക്താവ്, പറയുന്ന ആൾ വക്താവ്. അടുത്തത് ഒന്നായിരിക്കുന്ന അവസ്ഥ, ഒറ്റപ്പദം വരുന്നത് ഏകത്വം. ഏകത്വം, ഏകത്വം എന്ന് വെച്ചാൽ എന്താ? ഒന്ന്, ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം. പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം. പലതായിരിക്കുന്ന, അതായത് ബഹുത്വം. അപ്പോൾ പലതായിരിക്കുന്ന അവസ്ഥ, കുറേ ഉള്ള അവസ്ഥ നാനാത്വം. ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം, പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം. അടുത്തത് അഗ്നിയെ സംബന്ധിച്ചത്. അഗ്നിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ആഗ്നേയം. അഗ്നിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ആഗ്നേയം. അടുത്തത് തന്നെ സംബന്ധിച്ചത്. തന്നെ സംബന്ധിച്ചത്, അതായത് തന്നെ എന്ന് വെച്ചാൽ സ്വന്തം. അപ്പോൾ സ്വകീയം. തന്നെ എന്നത് സ്വന്തമാണ്. അപ്പോൾ സ്വകീയം. ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം, പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം. അഗ്നിയെ സംബന്ധിച്ചത് ആഗ്നേയം, തന്നെ സംബന്ധിച്ചത് സ്വകീയം. അടുത്തത് എങ്ങനെയാണോ അങ്ങനെ, യഥാതഥം. എങ്ങനെയാണോ അങ്ങനെ എന്നതിൻ്റെ ഒറ്റപ്പദം യഥാതഥം. അടുത്തത് അപവാദം പറയുന്നവൻ. അപവാദം പറയുന്നവൻ ഒറ്റപ്പദം പരിവാദകൻ. അപവാദം പറയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം പരിവാദകൻ. അടുത്തത് നോക്കാം. ഉത്തരമില്ലാത്ത പ്രശ്നം. ഉത്തരമില്ലാത്ത പ്രശ്നം സമസ്യ. ഉത്തരമില്ലാത്ത പ്രശ്നം സമസ്യ. അതൊരു വലിയ സമസ്യയാണെന്ന് പറയാറുണ്ട്. അതായത് ഉത്തരം കിട്ടാത്തൊരു പ്രശ്നമാണ്. അടുത്തത് അർത്ഥമില്ലാത്ത ചിന്ത. അർത്ഥമില്ലാത്ത ചിന്ത പകൽക്കിനാവ്. പകൽക്കിനാവ് കാണുക എന്ന് പറയാറില്ലേ? അർത്ഥമില്ലാത്ത ചിന്തകളാണ്. അർത്ഥമില്ലാത്ത ചിന്ത പകൽക്കിനാവ്. അർത്ഥത്തോടുകൂടി. അർത്ഥത്തോടുകൂടി സാർത്ഥകം. ഉത്തരമില്ലാത്ത പ്രശ്നം സമസ്യ, അർത്ഥമില്ലാത്ത ചിന്ത പകൽക്കിനാവ്, അർത്ഥത്തോടുകൂടി സാർത്ഥകം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില വാക്കുകളിൽ കൂടി എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കുക? സാ എന്നൊരു അക്ഷരം ചേർക്കുക. ചില വാക്കുകളിൽ കൂടി എന്ന് വരുമ്പോൾ സാ എന്നുള്ള അക്ഷരം ചേർക്കുക. അപ്പൊ ഇവിടെ അർത്ഥത്തോടു കൂടി അതിൻ്റെ കൂടെ സാ ചേർത്തപ്പോൾ സാ ഇവിടെ ആ എന്ന് വന്നു അല്ലേ? അപ്പൊ ഇവിടെ സായിന്റെ കൂടെ തന്നെ ഒരു ആ ശബ്ദമുണ്ട്. ആ പ്ലസ് ആ എന്ന ശബ്ദം കൂടി ചേർന്ന് ആ എന്നായി. അപ്പൊ ഇവിടെ സാ, സാർത്ഥം. ഓക്കെ, സാർത്ഥകം. അർത്ഥത്തോടു കൂടി സാർത്ഥകം. അടുത്തത് മൂഢമായ ധാരണ. മൂഢമായ ധാരണ മൂഢധാരണ. ചെയ്യാൻ പ്രയാസമുള്ളത് ദുഷ്കരം. ചെയ്യാൻ പ്രയാസമുള്ളത് ദുഷ്കരം. ചോദ്യം ചോദിക്കുന്നവൻ ആരാണ്? പ്രാശ്നികനാണ്. ചോദ്യം ചോദിക്കുന്നവൻ പ്രാശ്നികൻ. ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആളാരാണ്? പ്രാശ്നികൻ. ഒരു പ്രശ്നമുള്ള ആളാണ് ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നവൻ പ്രാശ്നികൻ. ചോദ്യത്തിനുള്ള മറുചോദ്യം പ്രതികടം. ചോദ്യത്തിനുള്ള മറുചോദ്യം പ്രതികടം. അതായത് ഒരു ചോദ്യം കടമായിട്ട് എടുത്തു, ആ കടം തിരിച്ചു കൊടുത്തു. ചോദ്യത്തിനുള്ള മറുചോദ്യം പ്രതികടം. അടുത്തത് ശ്രദ്ധയോട് കൂടിയവൻ ശ്രാദ്ധൻ. ശ്രദ്ധയോട് കൂടിയവൻ ശ്രാദ്ധൻ. ഒന്നുകൂടെ നോക്കാം. ഉത്തരമില്ലാത്ത പ്രശ്നം സമസ്യ, അർത്ഥമില്ലാത്ത ചിന്ത പകൽക്കിനാവ്, അർത്ഥത്തോടു കൂടി സാർത്ഥകം, മൂഢമായ ധാരണ മൂഢധാരണ, ചെയ്യാൻ പ്രയാസമുള്ളത് ദുഷ്കരം, ചോദ്യം ചോദിക്കുന്നവൻ പ്രാശ്നികൻ, ചോദ്യത്തിനുള്ള മറുചോദ്യം പ്രതികടം, ശ്രദ്ധയോട് കൂടിയവൻ ശ്രാദ്ധൻ. അടുത്തത് നോക്കാം. 25ാം വാർഷികം. 25ാം വാർഷികത്തിന് നമ്മൾ പറയുന്നതാണ് രജത ജൂബിലി. 25ാം വാർഷികം പറയുന്നത് രജത ജൂബിലി എന്നാണ്. അതുപോലെ 50ാം വാർഷികം. 50ാം വാർഷികം സുവർണ ജൂബിലി. 50ാം വാർഷികം സുവർണ ജൂബിലി. 75ാം വാർഷികം പ്ലാറ്റിനം ജൂബിലി. 100ാം വാർഷികം വജ്ര ജൂബിലി. നോക്കുക, 25ാം വാർഷികം ഒറ്റപ്പദം രജത ജൂബിലി, 50ാം വാർഷികം ഒറ്റപ്പദം സുവർണ ജൂബിലി, 75ാം വാർഷികം ഒറ്റപ്പദം വരുന്നത് പ്ലാറ്റിനം ജൂബിലി, 100ാം വാർഷികം ഒറ്റപ്പദം വരുന്നത് വജ്ര ജൂബിലി. അടുത്തത് 12 വർഷക്കാലം. 12 വർഷക്കാലം വ്യാഴവട്ടം എന്നാണ് പറയുന്നത്. 12 വർഷക്കാലം വ്യാഴവട്ടമാണ്. PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. 12 വർഷക്കാലം വ്യാഴവട്ടം. 10 വർഷം. 10 വർഷത്തെ പറയുന്നതാണ് ദശകം. ദശകം. ദശം എന്ന് വെച്ചാൽ എന്താ? 10. 10 വർഷക്കാലം
ദശകം. അടുത്ത 100 വർഷം, 100 വർഷം ശതകം, 100 വർഷം ശതകം. അടുത്തത് 1000 വർഷം, 1000 വർഷം പറയുന്നതാണ് സഹസ്രം. ഒന്നുകൂടെ നോക്കാം. 12 വർഷക്കാലം എന്താണ്? വ്യാഴവട്ടം. 10 വർഷക്കാലം ദശകമാണ്. 100 വർഷക്കാലം ശതകം. 1000 വർഷം സഹസ്രം. അടുത്തത് മറ്റൊരു സന്ദർഭത്തിൽ എന്ന് പറയുന്നത് അന്യത, മറ്റൊരു സന്ദർഭത്തിൽ അന്യത. അടുത്തത് മറ്റൊരു രീതിയിൽ, അത് അന്യത. ഇവിടെ ധ തമ്മിൽ മാറുന്നുണ്ടല്ലേ. മറ്റൊരു സന്ദർഭത്തിൽ എന്നതിന്റെ ധ സൈഡിലോട്ടുള്ള ധായാണ്. മറ്റൊരു സന്ദർഭത്തിൽ, അപ്പൊ സൈഡിലോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇനി മറ്റൊരു രീതിയിലാണ്, അപ്പൊ അത് അന്യത. അന്യത രഥത്തിന്റെ ധായാണ് വരുന്നത്. മറ്റൊരു രീതിയിൽ, എപ്പോഴും നമ്മൾ ബസ്സിലാണ് പോകുന്നത്, അപ്പൊ മറ്റൊരു രീതിയിൽ ഒരു ദിവസം പോവുകയാണ്. എന്തിലാണ്? രഥത്തിലാണ് പോകുന്നത്. അടുത്തത് ശോകമില്ലാത്തവൻ, ശോകമില്ലാത്തവൻ അശോകൻ. വിഷാദമുള്ളവൻ എന്നതിന്റെ ഒറ്റപ്പദം വിഷണ്ണൻ, വിഷണ്ണൻ. അടുത്തത് നരകത്തിലെ നദി ഒറ്റപ്പദം വൈതരണി, നരകത്തിലെ നദി ഒറ്റപ്പദം വൈതരണി. നിയമമനുസരിച്ച് ഒറ്റപ്പദം വരുന്നത് നയാമികം, നിയമമനുസരിച്ച് ഒറ്റപ്പദം വരുന്നത് നയാമികം. അടുത്തത് ലോഭമില്ലാത്തത്, ലോഭം എന്ന് വെച്ചാൽ എന്താ? അത്യാഗ്രഹം, പിശുക്ക്. അപ്പോൾ അത്യാഗ്രഹം ഇല്ലാത്തത്, ലോഭമില്ലാത്തത് എന്താണ്? നിർലോഭം. അടുത്തത് നിയോഗിക്കുന്നവൻ ഒറ്റപ്പദം നിയോക്താവ്, ഒറ്റപ്പദം നിയോക്താവ്. നിയോഗിക്കപ്പെട്ടവൻ ഒറ്റപ്പദം നിയുക്തൻ. നിയോഗിക്കുന്നവൻ ഒറ്റപ്പദം നിയോക്താവാണ്. നിയോഗിക്കപ്പെട്ടവൻ ഒറ്റപ്പദം വരുന്നത് നിയുക്തൻ. അടുത്തത് രഘുവംശത്തിൽ പിറന്നവൻ രാഘവൻ, രഘുവംശത്തിൽ പിറന്നവൻ രാഘവൻ. യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ. രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവനാണ്. യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ. അടുത്തത് സിതത്തിൽ നിന്നും ജനിച്ചവൾ സീത. സിതം എന്ന് വെച്ചാൽ ഉഴവുചാൽ എന്നാണ്. ഉഴവുചാലിൽ നിന്നും ജനിച്ചവൾ സീത. അപ്പോൾ സിതത്തിൽ നിന്നും ജനിച്ചവൾ എന്ന് ചോദിച്ചാൽ സീത. അടുത്തത് ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവൾ. ക്ഷതം എന്നാൽ മുറിവ് എന്നാണ് അർത്ഥം. ത്രാണനം, രക്ഷിക്കൽ. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവർ ആരാണ്? ക്ഷത്രിയനാണ് വരുന്നത്. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവൻ ക്ഷത്രിയൻ. അടുത്ത ശൂരസേനന്റെ പിൻഗാമി ശൗരി. അടുത്ത കടന്നു കാണുന്നവൻ ഒറ്റപ്പദം വരുന്നത് ക്രാന്തദർശി. കടന്നു കാണുന്നവൻ ഒറ്റപ്പദം ക്രാന്തദർശി. ഇനി മുൻകൂട്ടി കാണുന്നവൻ ദീർഘദർശി. കടന്നു കാണുന്നവൻ ക്രാന്തദർശിയാണ്, കായലാണ് ക്രാന്തദർശി. മുൻകൂട്ടി കാണുന്നവൻ ദീർഘദർശി. ദീർഘം എന്ന് പറയുമ്പോൾ മുൻപ്, കുറച്ച് ദൂരം. ഓക്കെ, അപ്പൊ മുൻകൂട്ടി കാണുന്നവൻ ദീർഘദർശി. അടുത്തത് ആശ നശിച്ചവൻ ഹതാശൻ അല്ലെങ്കിൽ ഭഗ്നാശൻ. ആശ നശിച്ചവൻ ഹതാശൻ എന്നും വരാറുണ്ട്, ഭഗ്നാശൻ എന്നും വരാറുണ്ട്. ആശ നശിച്ചവൻ ഹതാശൻ അല്ലെങ്കിൽ ഭഗ്നാശൻ. ഒന്നുകൂടെ നോക്കാം. രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ, യദുവംശത്തിൽ ജനിച്ചവൻ യാദവൻ, സിതത്തിൽ നിന്നും ജനിച്ചവൾ സീത. സിതം എന്നാൽ ഉഴവുചാല്. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവൻ ക്ഷത്രിയൻ. ശൂരസേനന്റെ പിൻഗാമി ശൗരി. കടന്നു കാണുന്നവൻ ക്രാന്തദർശി, മുൻകൂട്ടി കാണുന്നവൻ ദീർഘദർശി. ആശ നശിച്ചവൻ ഹതാശൻ അല്ലെങ്കിൽ ഭഗ്നാശൻ. അടുത്തത് ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ. അടുത്തത് ഭർത്താവ് മരിച്ചവൾ വിധവ. ഭർത്താവ് മരിച്ച നമ്മൾ വിധവ എന്ന് പറയും. അപ്പൊ ഭാര്യ മരിച്ചവൻ ആരാണ്? വിഭാര്യൻ അല്ലെങ്കിൽ വിതുരൻ. ഭർത്താവ് മരിച്ചവൾ വിധവയാണ്, ഭാര്യ മരിച്ചവൻ വിഭാര്യൻ അല്ലെങ്കിൽ വിതുരൻ. അടുത്തത് ഉയരമുള്ളവൻ പ്രാംശു. അടുത്തത് ഒഴിവാക്കാൻ പറ്റാത്ത അനിവാര്യമാണ് അല്ലെ, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അടുത്തത് കുറ്റം പറയുക പഴിക്കുക. ക്ഷമാശീലമുള്ളവൻ തിദിക്ഷു. ഒപ്പിന് പകരം ഇടുന്ന വര, അതായത് അക്ഷരജ്ഞാനമില്ലാത്തവർ ഒപ്പിന് പകരം ഇടുന്ന വരയാണ് കൈക്കീർ. ഒപ്പിന് പകരം ഇടുന്ന വര കൈക്കീർ.
ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ, ഭർത്താവ് മരിച്ചവൾ വിധവ, ഭാര്യ മരിച്ചവൻ വിഭാര്യൻ അല്ലെങ്കിൽ വിദുരൻ, ഉയരമുള്ളവൻ പ്രാംശു, ഒഴിവാക്കാൻ പറ്റാത്ത അനിവാര്യം, കുറ്റം പറയുക പഠിക്കുക, ക്ഷമാശീലമുള്ളവൻ തിദിക്ഷു, ഒപ്പിന് പകരം ഇടുന്ന വര കൈക്ക്. അടുത്തത് പാദം മുതൽ മസ്തകം വരെ, പാദം മുതൽ അതായത് കാല് മുതൽ തല വരെ എന്താണ് പറയുന്നത്? ആപാദമസ്തകം, ആപാദമസ്തകം, പാദം മുതൽ മസ്തകം വരെ ആപാദമസ്തകം. അടുത്തത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടം വരെ, ആ ചന്ദ്രതാരം, ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടം വരെ ആ ചന്ദ്രതാരം. ഇനി ആ ചന്ദ്രകാലം എന്നൊരു വാക്കുണ്ട്, ആ ചന്ദ്രകാലം അത് ചന്ദ്രനുള്ളിടം കാലം വരെയാണ്, ചന്ദ്രനുള്ളിടം കാലം, ആ ചന്ദ്രകാലം, ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടം വരെ ആ ചന്ദ്രതാരം. അടുത്തത് ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥ, ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥ സാപേക്ഷത, ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥ സാപേക്ഷത. അടുത്ത വ്യാപാരാദികളിൽ പ്രവേശിക്കുന്നവൻ വൈശ്യൻ, വ്യാപാരാദികളിൽ പ്രവേശിക്കുന്നവൻ അതായത് വ്യാപാരം കുലത്തൊഴിലായിട്ടുള്ളവൻ വൈശ്യൻ. അടുത്തത് നോക്കാം, ആരംഭിച്ചിടത്തു തന്നെ എത്തിച്ചേരുന്ന വാദം ഏതാണ്? ചക്രകം. ആരംഭിച്ചിടത്തു തന്നെ എത്തിച്ചേരുന്ന വാദം ചക്രകം. എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ ഇതി കർത്തവ്യത മൂഢത്വം. എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ ഇതി കർത്തവ്യത മൂഢത്വം. എല്ലാ ജനങ്ങൾക്കും ഹിതമായത് സാർവജനീനം, എല്ലാ ജനങ്ങൾക്കും ഹിതമായത് സാർവജനീനം. അടുത്തത് എല്ലാത്തിനെയും അടക്കുന്നവൻ സർവദമനൻ, എല്ലാത്തിനെയും അടക്കുന്നവൻ സർവദമനൻ. ആരംഭിച്ചിടത്തു തന്നെ എത്തിച്ചേരുന്ന വാദം ചക്രകം. എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന അവസ്ഥ ഇതി കർത്തവ്യത മൂഢത്വം. എല്ലാ ജനങ്ങൾക്കും ഹിതമായത് സാർവജനീനം. ഇനി എല്ലാത്തിനെയും അടക്കുന്നവൻ സർവദമനൻ. അടുത്തത് സേവിക്കപ്പെട്ടവൻ, സേവിക്കപ്പെട്ടവൻ എന്നതിൻ്റെ ഒറ്റപ്പദം അനുസേവ്യൻ, സേവിക്കപ്പെട്ടവൻ എന്നതിൻ്റെ ഒറ്റപ്പദം അനുസേവ്യൻ. അടുത്ത ഫലേച്ഛ കൂടാതെ, ഫലേച്ഛ കൂടാതെ എന്നതിൻ്റെ ഒറ്റപ്പദം നിഷ്കാമം, ഫലേച്ഛ കൂടാതെ നിഷ്കാമം. അടുത്തത് സ്വന്തം മിച്ച, സ്വന്തം മിച്ച സ്വേച്ഛ, സ്വന്തം മിച്ച അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം തന്നിഷ്ടം സ്വേച്ഛ. അടുത്തത് രണ്ടെന്ന ഭാവം, രണ്ടെന്ന ഭാവം ഒറ്റപ്പദം വരുന്നത് ദ്വൈതം, രണ്ടെന്ന ഭാവം ഒറ്റപ്പദം വരുന്നത് ദ്വൈതം. അടുത്ത പ്രിയം തോന്നുന്നവൾ, പ്രിയം തോന്നുന്നവൾ പ്രിയദർശിനി. അടുത്ത നയം അറിയുന്നവൻ, നയം അറിയുന്നവൻ നയജ്ഞനാണ്, നയം അറിയുന്നവൻ നയജ്ഞൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ, ന്യായശാസ്ത്രം അറിയുന്നവൻ നൈയാമികൻ. നയം അറിയുന്നവൻ നയജ്ഞൻ. അടുത്ത ദാനം ചെയ്യുന്നവൻ, ദാനം ചെയ്യുന്നവൻ ദാതാവ്, ദാതാവ്. അടുത്ത ഇല മാത്രം ഭക്ഷിക്കൽ, ഇല മാത്രം ഭക്ഷിക്കൽ പർണാശനം. ഇവിടെ പർണം എന്നത് അർത്ഥം വരുന്നത് ഇല എന്നാണ്, പർണാശനം. ഇല മാത്രം ഭക്ഷിക്കൽ പർണാശനം, പർണം എന്നാൽ ഇല എന്നാണ് അർത്ഥം. അടുത്തത് നോക്കാം, ക്ഷമിക്കാൻ പറ്റാത്തത്, ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം, ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. അടുത്തത് നല്ല ഹൃദയമുള്ളവൻ സഹൃദയൻ, നല്ല ഹൃദയമുള്ളവൻ സഹൃദയൻ. ഭൂമിയിൽ രുഹമായത് ഭൂരുഹം, ഭൂരുഹം. ഭൂമിയിൽ രുഹമായത് മുളയ്ക്കുന്നത്, രുഹം എന്നാൽ മുളയ്ക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ രുഹമായത് എന്താണ്? ഭൂരുഹം, വൃക്ഷം. അടുത്തത് കാലത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് കാലാനുസൃതം, കാലത്തിനനുസരിച്ച് കാലാനുസൃതം. ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉന്നതമായ ഒറ്റപ്പദം വരുന്നത് മഹോന്നതം, ഏറ്റവും ഉന്നതമായ ഒറ്റപ്പദം മഹോന്നതം. അടുത്തത് വാതിൽ കാവൽക്കാരി, വാതിൽ കാവൽക്കാരി ഒറ്റപ്പദം വേത്രവതി, വാതിൽ കാവൽക്കാരി ഒറ്റപ്പദം വേത്രവതി. അടുത്തത് വേണ്ട തരത്തിലുള്ളത്, വേണ്ട തരത്തിൽ ഉള്ളത് ഒറ്റപ്പദം വരുന്നത് സമവായം, സമവായം എന്നാണ് വേണ്ട തരത്തിൽ ഉള്ളത്. അടുത്തത് വേദജ്ഞാനമുള്ളവൻ, വേദജ്ഞാനമുള്ളവൻ ഒറ്റപ്പദം വരുന്നത് വൈദികൻ. ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം, നല്ല ഹൃദയമുള്ളവൻ സഹൃദയൻ, ഭൂമിയിൽ രുഹമായത് ഭൂരുഹം, കാലത്തിനനുസരിച്ച് കാലാനുസൃതം, ഏറ്റവും ഉന്നതമായ മഹോന്നതം, വാതിൽ കാവൽക്കാരി വേത്രവതി, വേണ്ട തരത്തിലുള്ളത് സമവായം, വേദജ്ഞാനം ഉള്ളവൻ വൈദികൻ. അടുത്തത് പശ്ചാത്താപം ഉളവാക്കുന്നത്, പശ്ചാത്താപം ഉളവാക്കുന്നത് അനുതാപനം, പശ്ചാത്താപം ഉളവാക്കുന്നത് അനുതാപനം. അടുത്തത് അതിരില്ലാത്തത്, അതിരില്ലാത്തത് ഒറ്റപ്പദം വരുന്നത് നിസീമം, അതിരില്ലാത്തത് നിസീമം. അടുത്തത് ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ജിതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ജിതേന്ദ്രിയൻ.
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദ്രജാലത്തെ സംബന്ധിച്ചത് എന്താണ്? ഐന്ദ്രജാലികമാണ്. അപ്പൊ ഇവിടെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ജിതേന്ദ്രിയൻ. അടുത്തത് സഫലത്തിന്റെ ഭാവം. സഫലത്തിന്റെ ഭാവം സാഫല്യം. സഫലത്തിന്റെ ഭാവം സാഫല്യം. അടുത്തത് ഗ്രഹിക്കാൻ കഴിയുന്നത്. ഗ്രഹിക്കാൻ കഴിയുന്നത് ഒറ്റപ്പദം ഗ്രാഹ്യം. ഗ്രഹിക്കാൻ കഴിയുന്നത് ഒറ്റപ്പദം വരുന്നത് ഗ്രാഹ്യം. അടുത്തത് ഭിന്നതയുള്ളവൻ. ഭിന്നതയുള്ളവൻ ഒറ്റപ്പദം വിഭിന്നൻ. ഭിന്നതയുള്ളവൻ ഒറ്റപ്പദം വരുന്നത് വിഭിന്നൻ. അടുത്തത് രൂപമില്ലാത്തവൻ. രൂപമില്ലാത്തവൻ ഒറ്റപ്പദം വരുന്നത് അരൂപി. അരൂപി എന്ന് വെച്ചാൽ ഒരു ആകൃതി ഇല്ലാത്തവൻ, അതാണ് രൂപമില്ലാത്തവൻ. അടുത്തത് സ്വസ്ഥതയില്ലായ്മ. സ്വസ്ഥതയില്ലായ്മ എന്നതിൻ്റെ ഒറ്റപ്പദം അസ്വസ്ഥത. സ്വസ്ഥതയില്ലായ്മ അസ്വസ്ഥത. എൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ്? സ്വസ്ഥതയില്ലായ്മ. അടുത്തത് പശ്ചാത്താപം ഉളവാക്കുന്നത് അനുതാപനം. അതിരില്ലാത്തത് നിസീമം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ജിതേന്ദ്രിയൻ. സഫലത്തിന്റെ ഭാവം സാഫല്യം. ഗ്രഹിക്കാൻ കഴിയുന്നത് ഗ്രാഹ്യം. ഭിന്നതയുള്ളവൻ വിഭിന്നൻ. രൂപമില്ലാത്തത് അരൂപി. സ്വസ്ഥതയില്ലായ്മ അസ്വസ്ഥത. അടുത്ത നോക്കാം. വ്യക്തിയെ സംബന്ധിച്ചത്. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം. വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം. അടുത്തത് ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികൻ. അടുത്തത് സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നത്. സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നത് സ്ഥാവരം. അതായത് ഒരിടത്ത് നിന്നാൽ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നത് സ്ഥാവരം. ഇനി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാവുന്നത് അത് ജംഗമം. സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് ജംഗമമാണ്. സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് സ്ഥാവരം. അടുത്തത് മനസ്സിനെ സംബന്ധിക്കുന്നത് മാനസികം. മനസ്സിനെ സംബന്ധിക്കുന്നത് മാനസികം. എത്തിച്ചേരാൻ സാധിക്കാത്തത് ഒറ്റപ്പദം അപ്രാപ്യം. എത്തിച്ചേരാൻ സാധിക്കാത്തത് ഒറ്റപ്പദം അപ്രാപ്യം. അടുത്തത് സരസിൽ രോഹണം ചെയ്തത് സാരോരുഹം. സരസിൽ രോഹണം ചെയ്തത് സാരോരുഹം. ജീവനിൽ കൊതിയുള്ളവൻ പ്രിയാസു. ജീവനിൽ കൊതിയുള്ളവൻ പ്രിയാസു. അടുത്തത് ക്ഷോഭിച്ചവൻ. ക്ഷോഭിച്ചവൻ ഒറ്റപ്പദം ക്ഷുഭിതൻ. ക്ഷോഭിച്ചവൻ ക്ഷുഭിതൻ. പ്രതിഷ്ഠിക്കുന്നവൻ ഒറ്റപ്പദം പ്രതിഷ്ഠാപകൻ. പ്രതിഷ്ഠിക്കുന്നവൻ ഒറ്റപ്പദം വരുന്നത് പ്രതിഷ്ഠാപകൻ. അടുത്ത ഭർത്തൃനിഷ്ഠയുള്ളവൾ പതിവ്രത. ഭർത്തൃനിഷ്ഠയുള്ളവൾ പതിവ്രത. സർവവും ന്യസിച്ചവൻ സന്യാസി. സന്യാസി എന്താണ്? സർവവും ന്യസിച്ചവൻ സന്യാസി. സേവിക്കപ്പെട്ടവൻ. സേവിക്കപ്പെട്ടവൻ അനുസേവ്യൻ. ദിക്കുകളെ ജയിക്കൽ ദിഗ്ഗുജയം. ദിക്കുകളെ ജയിക്കൽ ദിഗ്ഗുജയം. സമരസത്തിന്റെ ഭാവം സാമരസ്യം. സമരസത്തിന്റെ ഭാവം സാമരസ്യം. അടുത്തത് അനുഭവിച്ചയുടൻ മധുരമാകുന്നത്. അനുഭവിച്ചയുടൻ മധുരമാകുന്നത് ആഭാത മധുരം. ആഭാത മധുരം. അടുത്തത് കന്യകമാരിൽ തൊടുകുറിയായവൾ കന്യാലലാമം. കന്യകമാരിൽ തൊടുകുറിയായവൾ കന്യാലലാമം. സ്വദേശം വിട്ട് അകലെ പോയി താമസിക്കുന്ന ആൾ എന്താണ്? പ്രവാസി. സ്വദേശം വിട്ട് അകലെ പോയി താമസിക്കുന്നയാൾ പ്രവാസി. അടുത്തത് ഒരു കക്ഷിയോട് മാത്രം താല്പര്യമുള്ളയാൾ പക്ഷപാതി. ഒരു കക്ഷിയോട് മാത്രം താല്പര്യമുള്ളയാൾ പക്ഷപാതി. നേരത്തെ പക്ഷപാതം പഠിച്ചിരുന്നു അല്ലേ? ഒരു പക്ഷം മാത്രം ചേരുന്നതാണ് പക്ഷപാതം. ഒരു കക്ഷിയോട് മാത്രം താല്പര്യമുള്ളയാൾ പക്ഷപാതി. അടുത്തത് തനിക്ക് താൻ തന്നെ എന്ന അവസ്ഥ താൻ പോരിമ. തനിക്ക് താൻ തന്നെ എന്ന അവസ്ഥ താൻ പോരിമ. സമുദ്രം മുതൽ ഹിമാലയം വരെ ഒറ്റപ്പദം വരുന്നത് ആസേതു ഹിമാചലം. സമുദ്രം മുതൽ ഹിമാലയം വരെ ഒറ്റപ്പദം ആസേതു ഹിമാചലം. അടുത്തത് കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ കാട്ടുമനുഷ്യൻ. കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ കാട്ടുമനുഷ്യൻ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കാട്ടിൽ ജനിച്ച മനുഷ്യനല്ല ചോദിച്ചിരിക്കുന്നത്. കാട്ടിൽ ജനിച്ച മനുഷ്യൻ കാട്ടുമനുഷ്യനാവില്ല. അതുപോലെ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനും കാട്ടുമനുഷ്യനാവില്ല. കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ. കാട്ടിൽ ജനിച്ച് അവിടെ തന്നെ വളർന്ന മനുഷ്യനാണ് കാട്ടുമനുഷ്യൻ. അടുത്തത് കാൽമുട്ട് വരെ നീണ്ട കൈകളോട് കൂടിയവൻ ആജാനുബാഹു. കാൽമുട്ട് വരെ നീണ്ട കൈകളോട് കൂടിയവൻ ആജാനുബാഹു. പദശുദ്ധിയിലും ചോദിക്കാറുണ്ട്. ആജാനബാഹു അല്ല, ആജാനുബാഹു ആണ്. ന്യൂ ആണ് വരുന്നത്. അടുത്തത് എപ്പോഴും കൂടെ നടക്കുന്നയാൾ സന്തത സഹചാരി. എപ്പോഴും കൂടെ നടക്കുന്നയാൾ സന്തത സഹചാരി. അടുത്തത് വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. അടുത്തത് കർമ്മങ്ങളിൽ മുഴുകിയവൻ. കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ. കർമ്മങ്ങളിൽ മുഴുകിയവൻ
കർമ്മനിരതൻ. അടുത്തത് കഥയുടെ പ്രധാനമായ അംശം, അതായത് കഥയുടെ ചുരുക്കം. എന്താണ്? കഥാസാരമാണ്. കഥയുടെ ചുരുക്കം അല്ലെങ്കിൽ കഥയുടെ പ്രധാനമായ അംശം കഥാസാരം. ഒന്നിനോടും ചേരാത്ത അവസ്ഥ നിസ്സംഗത. ഒന്നിനോടും ചേരാത്ത അവസ്ഥ നിസ്സംഗത. അക്ഷരജ്ഞാനമില്ലാത്തവൻ നിരക്ഷരൻ. അക്ഷരജ്ഞാനമില്ലാത്തവൻ നിരക്ഷരൻ. അടുത്തത് ഭവന മധ്യത്തിലെ മുറി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ബിംബം പ്രതിഷ്ഠിച്ചിട്ടുള്ള മുറി. എന്താണ് പറയാ? ഗർഭഗൃഹം. ഭവന മധ്യത്തിലെ മുറി അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ബിംബം പ്രതിഷ്ഠിച്ചിട്ടുള്ള മുറി ഗർഭഗൃഹം. അടുത്തത് ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്നതായി തോന്നുന്നിടത്തെ അതിര് ചക്രവാള സീമ. ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്നതായി തോന്നുന്നിടത്തെ അതിര് ചക്രവാള സീമ. അടുത്ത യോഗവിദ്യ അറിയുന്നവൻ. ആരാണ്? യോഗവിത്ത് എന്നാണ് പറയുക. യോഗവിദ്യ അറിയുന്നവൻ. ഒറ്റപ്പദം വരുന്നത് യോഗവിത്ത് അല്ലെങ്കിൽ യോഗി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഒറ്റപ്പദങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സിൽ ഒറ്റപ്പദം ഭാഗം 1 കുറേ ഒറ്റപ്പദങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനും SCERT കണ്ടന്റും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ മലയാളം ക്ലാസ്സസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തുടർച്ചയായി കാണുക, എക്സാമിന് നന്നായിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.